ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സിന്റെ മാന്യ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ്. അവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്യുന്നത്. 12 ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇന്ന് നിങ്ങളെ പാലക്കാട് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിന്റെ തനതായ ഗ്രാമഭംഗി കാണണമെങ്കിൽ നമ്മൾ പാലക്കാട് പോകണമെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗ്രാമഭംഗി വിളിച്ചോതുന്ന ഒട്ടുമിക്ക സിനിമകളും ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് പാലക്കാടും ഒറ്റപ്പാലവും തിരഞ്ഞെടുക്കാൻ കാരണം. നമുക്ക് ആദ്യ ടൂറിസ്റ്റ് സ്പോട്ടായ പാലക്കാട് കോട്ടയിലേക്ക് പോയി നോക്കാം. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താന്റെ കോട്ട. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിച്ചു പോരുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തതായി നമ്മൾ പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 8 കിലോമീറ്ററാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിരവധി വന്യജീവികളെ സംരക്ഷിച്ചു പോരുന്ന ഈ ഒരിടം 255 ചതുരശ്ര കിലോമീറ്റർ ആയിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. പാലക്കാട് നിന്നും 8 കിലോമീറ്റർ അകലെയാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1955 ഈ ഡാം പണി കഴിപ്പിച്ചത്. ഈ ഡാമിന്റെ അടുത്തായി ഒരു ഉദ്യാനവും ഉണ്ട്. ഈ ഡാമിന്റെ അടുത്തായി തന്നെ ഒരു സ്നേക്ക് പാർക്കും ഒരു ചിൽഡ്രൻസ് പാർക്കും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് 4ാമതായി നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രശസ്തമായ മലയും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നെല്ലിയാമ്പതി. ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം. പാവങ്ങളുടെ ഊട്ടി എന്ന പേരിലും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി നമ്മൾ 5ാമതായി പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രശസ്തമായ അഗ്രഹാരമാണ് കൽപ്പാത്തി. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പാലക്കാട് നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ദൂരമുള്ളത്. നിരവധി ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ്. 6ാമതായി നമ്മൾ പോകുന്നത്
സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. വ്യൂ പോയിന്റിന് ചുറ്റുമുള്ള വനത്തിൽ നിരവധി മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഏഴാമതായി നമ്മൾ പോകുന്നത് വരിക്കാശ്ശേരി മനയിലേക്കാണ്. അറിയപ്പെടുന്ന ഒട്ടേറെ മലയാള സിനിമകളും കൂടാതെ അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ വമ്പൻ ഹിറ്റുകളായ ദേവാസുരം, നരസിംഹം തുടങ്ങിയ ചിത്രങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെയേറെ മ്യൂസിക് ആൽബം ഷൂട്ടിങ്ങും ഇവിടെ നടക്കാറുണ്ട്. അടുത്തത് എട്ടാമതായി നമ്മൾ പോകുന്നത് ധോണി വാട്ടർഫാൾസിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല വാട്ടർഫാൾസിൽ ഒന്നാണ് ധോണി വാട്ടർഫാൾസ്. പാലക്കാട് നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയായിട്ടാണ് ധോണി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുമൂടിയ മലകളാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് ധോണി. നിങ്ങൾ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ധോണിയിൽ വരാൻ മറക്കരുത്. അടുത്തതായി 9ാമതായി നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കായ പാലക്കാട് ഫാന്റസി പാർക്കിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിരവധി റൈഡുകളുള്ള ഈ പാർക്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമായിട്ട് ഒരുപാട് റൈഡുകൾ കാണാൻ സാധിക്കും. ഈ പാർക്കിലേക്കുള്ള എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. പാലക്കാട് വരുന്നവർ എന്തായാലും ഈ പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യുക. അടുത്തതായി 10ാമതായി നമ്മൾ പോകുന്നത് ശിരുവാണി റിസർവോയറിലേക്കാണ്. പാലക്കാട് കല്ലടിക്കോടൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ശിരുവാണി റിസർവോയർ. ഇതൊരു വാട്ടർഫാൾസ് കൂടിയാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും 49 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. വളരെ മനോഹരമായ ഈ ഒരു സ്ഥലം ട്രക്കിങ്ങിനും വളരെ പ്രശസ്തമാണ്. അടുത്തതായി 11ാമതായി നമ്മൾ പോകുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. പാലക്കാട് നഗരത്തിൽ നിന്നും 86 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. 89 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. ചീവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദാന്തരീക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഉദ്യാനത്തിന് സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം. സിംഹവാലൻ കുരങ്ങുകളാണ് സൈലന്റ് വാലി ഉദ്യാനത്തിൽ മെയിൻ അട്രാക്ഷനായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. നിരവധി വന്യമൃഗങ്ങൾ ഈ വനത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവസാനമായി 12ാമതായി നമ്മൾ എത്തുന്നത് മീൻവല്ലം വാട്ടർഫാൾസിലേക്കാണ്. പാലക്കാട് നഗരത്തിൽ നിന്നും
22 കിലോമീറ്റർ അകലെയായി കരിമ്പ ഗ്രാമപഞ്ചായത്തിലാണ് മീൻവല്ലം വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക 20 മുതൽ 25 അടി വരെയുള്ള വെള്ളച്ചാട്ടമാണ്. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ബാക്ക് ഓഫ് യൂട്യൂബ് ചാനൽ സൈനിങ് ഓഫ്. Thank you for watching.